ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 15,465 കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ, 32,301 പോലീസ് ഉദ്യോഗസ്ഥർ, 43 കൗണ്ടിംഗ് കേന്ദ്രങ്ങൾ. 16ാം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിധിയെഴുതിയത് 79.70% വോട്ടർമാർ. മെയ് 4 അറിഞ്ഞ കേരളത്തിലെ റിസൾട്ടിൽ 2016 മുതൽ തുടർച്ചയായി ഭരിച്ച LDF സർക്കാരിൻ്റെ 140 നിയമസഭാ സീറ്റിൽ ലഭിച്ചത് 35 സീറ്റ്. ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് 64 സീറ്റ് നേടുകയും മൊത്തം 102 സീറ്റ് നേടി. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥികൾ 3 പേർ വിജയിച്ചു കയറുകയും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മുൻ കേന്ദ്രമന്ത്രിയും കേരള സംസ്ഥാന BJP അധ്യക്ഷനും കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ 420 കൂടുതൽ വോട്ടുകൾക്ക് തോൽപ്പിച്ച് ചത്തന്നൂരിൽ BB ഗോപകുമാറും വിജയിച്ചു കയറുകയും BJPയിൽ നിന്നും കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ തിത്താറിയിൽ വിജയിച്ചു. ബേപ്പൂരിൽ PV അൻവറിനെ തോൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസും കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ലീഡ് നില 6 റൗണ്ടിന് ശേഷം 7ാം റൗണ്ടിലാണ് ലഭിച്ചത്. LDFന് കണ്ണൂരിലും അമ്പലപ്പുഴയിലും വോട്ട് കുറഞ്ഞ് LDFിൽ നിന്നും വിട്ടുനിന്ന സ്വതന്ത്രന്മാരായി മത്സരിച്ച TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും മുൻ റോഡ് വികസന മന്ത്രിയുമായ G സുധാകരനും വിജയിച്ചു കയറുകയും കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ. ടീം UDFിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDF സംഘം ഇനി കേരളം ഭരിക്കും. LDF കൺവീനറായ TP രാമകൃഷ്ണനെതിരെ മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ ഏക വനിതാ നേതാവായി ലീഗിൻ്റെ. ദേശീയ രാഷ്ട്രീയത്തിൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAക്ക് ബംഗാൾ മമതാ ബാനർജിയുടെ TMCയെ തോൽപ്പിച്ച് ഭരണം ലഭിച്ചിരിക്കുന്നു. ബംഗാളിൽ TMC നേതാവായ മമതാ ബാനർജി തോൽക്കുകയും ആസാമും പുതുച്ചേരിയും NDAയുടെ ഭരണത്തിൽ, തമിഴ്നാട്ടിൽ DMKയുടെ സ്റ്റാലിൻ തോൽക്കുകയും ആദ്യമായി പാർട്ടിയുണ്ടാക്കിയ സിനിമാ താരമായ വിജയ് 1 വർഷത്തിനുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തമിഴ്നാട്ടിൽ. ഇടതുപക്ഷത്തിൻ്റെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലെ ഭരണം പൂർണ്ണമായി നഷ്ടമായി. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ.